ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എച്ച് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബിയർ റാങ്ക് സോളോ മാച്ചായിട്ടാണ്. നമ്മൾ നേരെ സിപ്വേയിൽ വന്നിറങ്ങി നമുക്ക് ഒരു UMBയും ഒരു ലെവൽ 2 ബാഗും കിട്ടി. എവിടെ തിരിഞ്ഞാലും ലെവൽ 2 ബാഗാണ്. അതായത് നമുക്കൊരു വെസ്റ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു MP40 കിട്ടി. നമ്മൾ വേറെ ലോങ് റേഞ്ച് ഗൺസ് എല്ലാം കിട്ടുമോ നമുക്ക് ഇവിടെ കൂടെ നോക്കാം. ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. അതായത് നമുക്കൊരു AK-47 കിട്ടിയിട്ടുണ്ട്. MP40 ആണ് ഇപ്പോൾ കയ്യിലുള്ള. ഇവിടെ വേറെ എനിമീസിനെ ഒന്നും കാണുന്നില്ല. നമുക്ക് ഏതായാലും ഈ സാധനം പിടിച്ചങ്ങോട്ട് തൂങ്ങിപ്പോൾ എൻ്റെ മേളിൽ നിന്നിരുന്ന് നമുക്ക് സാധാ എനിമീസിനെയൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ. പക്ഷെ ഇവിടെ എനിമീസൊന്നും ഇല്ല. അവിടെ ഒരു എനിമീനെ കണ്ട് നമ്മൾ ഏതായാലും വേഗം തന്നെ കില്ലടിച്ചിട്ടുണ്ട്. ഒരു കിലോ നമുക്ക് അങ്ങനെ കിട്ടി. ഇതേ അടുത്തവനും കൂടെ അങ്ങോട്ട് ഓടിപ്പോയി അവനെ അടിക്കുന്ന വെച്ചാൽ തോന്നുന്നു. ഏതായാലും അവനെയും കൂടെ നമ്മളങ്ങ് കില്ല് ചെയ്ത് 2 കിലോ നമ്മളുടെ അടുത്തിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ അവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ കാണും. അതായത് നമ്മൾ താഴോട്ടിറങ്ങി അങ്ങോട്ട് പോയി ലൂട്ടടിച്ചേക്കാൻ നോക്ക്. പക്ഷേ ഇവിടെ വലിയൊരു ഉണ്ടോയെന്ന് കൂടെ നമ്മളൊന്ന് നോക്കണം. അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല. എൻ്റെ പൊന്നി സൈഡിൽ നിന്ന് വെച്ചാൽ കയറിയത്. ഏതായാലും നമ്മൾ അവനെ ഓറിയായിട്ട് ഡാമേജ് കൊടുത്ത് MP40 വെച്ച് കില്ലെടുത്ത് 3 കിലോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വുഡ് പെക്കർ ഉണ്ട്. നമുക്കിപ്പോൾ വുഡ് പെക്കറും MP40 ആണ്. അതിൽ നമ്മൾ കുറേ ഓടി ഇവിടെ എത്തി. പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഒരു എനിമി ഉണ്ട്. വുഡ് പെക്കർ വെച്ച് നമ്മൾ സ്കോപ്പ് ചെയ്ത് അവനെ അടിക്കുകയാണ്. പിന്നെ എല്ലാം 4 കില്ല് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തുണ്ടായിരുന്ന ഒരുത്തൻ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കൂടെ നമ്മൾ കില്ലടിച്ചു. അവിടെ ഒരുത്തനുണ്ട്. ഇപ്പം 5 കിലോ. അവനങ്ങോട്ട് ഓടിപ്പോയി. നമുക്ക് നേരെ പുറകെ അങ്ങനെ ഇരുന്നേക്കാം. ഈ വഴി കൂടെ കയറി അങ്ങോട്ട് പോകാം. അല്ല, ഇതിപ്പോൾ AK അല്ലേ. എൻ്റെ MP40 പോയി. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു MP40 കളന്ന് കിട്ടിയിട്ടുണ്ട്. AK വുഡ് പെക്കർ വരുന്നത് ഇതിനു മുമ്പ് ഓഗ് മാറിപ്പോയ പോലെയായിരുന്നു. അതായാലും ഇപ്പോൾ വുഡ് പെക്കർ MP40 ആണ് കഴിക്കുന്നത്. വേറെ ഇപ്പം അങ്ങോട്ട് ഓടിപ്പോയാനെങ്ങോട്ട് കാണുന്നില്ല. ഇവൻ്റെ ലൂട്ടൊന്നും അഴിച്ചേക്കാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇനി വീട്ടിലെന്താ ഉള്ളത് നമുക്ക്. വീട്ടിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും ലൂട്ടൊന്നും ഇല്ല. ഇവിടെ എനിമീസിനെയും കാണുന്നില്ല. ഏതായാലും നമുക്കിപ്പം 5 കില്ലുണ്ട്. അവിടെ തന്നെ ഉണ്ടായത് അവനെ നമ്മളങ്ങനെ കില്ലടിച്ച്. അതിനൊന്നും വെസ്റ്റ് ഇല്ല, ഡാമേജ് ആയിട്ടിരിക്കുകയായിരുന്നു തോന്നുന്നു. ഏതായാലും 6 കില്ല് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ലൂട്ട് വെട്ടിയിലും കൂടെ കയറി ഇച്ചിരി ലൂട്ടൊക്കെ അടിച്ചിരുന്നത്. നമ്മൾ പുറകിലൊരു അടിയുണ്ട്. നമ്മൾ അവിടെ നിന്ന് പുറകിൽ തമ്മിൽ ഫൈറ്റാന്ന് തോന്നുന്നു. ഇവിടെ നിന്നായിരുന്നു അടി. ഈ സൈഡിൽ നിന്നും കൂടെ ഏലോ മാറിക്കോ ഇവിടുന്ന് മാറാമല്ലോ. അങ്ങോട്ട് ഓടുന്നവനെ നമ്മളങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര ഇല്ല, 7 6 ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. 7 കില്ല് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വന്നവനെയും കൂടെ നമ്മളെ കൊന്ന് 8 കില്ല് നമുക്ക് കിട്ടി. ഏതായാലും നമുക്ക് 8 കില്ല് കിട്ടിയിട്ടുണ്ട്. എവിടെ വല്ല എനിമീസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ നോക്കാം. ഈ വീട്ടിലൊരു ചാടിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. നമ്മളേതായാലും ഓറിയോട്ട് വന്നേ 9 കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ ഓടി മേളിൽ കയറിയിട്ടുണ്ട്. മേളിൽ നിന്ന് നമുക്ക് സ്കോപ്പ് ചെയ്ത് ആരെങ്കിലും കാണുമായിരിക്കും. ഇങ്ങനെ നോക്കിയിട്ട് ആരെയും കാണുന്നൊന്നുമില്ല ഇവിടെ.
ആരും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. എങ്ങാരും കാണുന്നില്ല. നമുക്ക് ഏതായാലും നോക്കാം എങ്ങോട്ട് എനിമീസ് ഉണ്ടോയെന്ന് നോക്കാം. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടറില്? ഇവിടെ ഒരുത്തൻ ഇരിപ്പുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ അവനെ കൂടെ ഒന്ന് പറയാനിട്ട് MP40 തടിച്ചാൽ നമുക്ക് കൊന്നിട്ടുണ്ട്. ഓക്കെ, ഇവൻ്റെ കയ്യിൽ വലിയ കാര്യമായിട്ട് ലൂട്ടൊന്നുമില്ല. അവിടെ ഒരു എനിമി ഉണ്ട്. അവനേതായാലും റഷ് ചെയ്ത് വന്ന് നമ്മൾ പറയാനിട്ടു. MP40 എടുത്ത് അവൻ്റെ ഹെഡ് തന്നെ നോക്കുന്ന കിട്ടുന്നില്ല. കാരണം നമ്മൾ നേരെ ബോഡി എടുത്ത് അങ്ങനെ കൊന്നു. നമുക്കിപ്പോൾ 10 കിലോ 11 കില്ലായിട്ടുണ്ട്. നമുക്കിങ്ങോട്ട് താഴോട്ടിറങ്ങി നോക്കാം. ഇനി 3 ലൈവും കൂടെ ഉള്ളത് കാരണം ആരും ജിബേ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അവിടെ എടുത്തുണ്ട്. നേരെ നമുക്ക് അവരെ അടിക്കാം. അടിച്ച് കൊന്നു. പിന്നെ അപ്പുറത്തും കൂടെ എടുത്തുകൊണ്ട് അവനെ കൂടെ നമുക്ക് കൊന്നേക്കാം. അവനെ കൂടെ കൊന്ന് നമുക്ക് പോയാണ്. നേരെ അടിച്ച് ഹെഡ് അടിച്ച് അങ്ങ് കൊന്നിട്ടുണ്ട്. അല്ല, ഇപ്പോഴാ 2 എന്ന് തോന്നുന്നു. 2 ഇപ്പോഴാ 3. ഇപ്പോഴാ 3 ലൈവായേ. ഞാനോർത്ത് 2. ഏതായാലും സൈഡിൽ നിന്ന് ഒരു അടി വന്നിട്ടുണ്ട്. നമുക്ക് അവനിങ്ങോട്ട് റഷ് ചെയ്ത് തന്നെയുണ്ട്. നമ്മൾ MP40 എടുത്ത് നേരെ അങ്ങ് ഓറിയാനിട്ട് നേരെ ഇവനൊക്കെ വന്നിട്ട് ഓടിപ്പോവുക. അവൻ്റെയൊക്കെ പരിപാടി നൂബുകളെ മൊത്തം മുന്നേ. ഇപ്പം എൻ്റെ 14 കില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. 14 12 13 എനിക്ക് അറിയത്തില്ല. 14 തോന്നുന്നു. ഇനി എത്ര ലീവാ? നമ്മൾക്ക് 14 4 ലീവുള്ള. ഞാൻ സൂം ചെയ്തുകൊണ്ടിരുന്ന് എഡിറ്റ് ചെയ്യണം വഴിക്ക്. പിന്നെ ഇവിടെ എനിമീസിനൊന്നും കാണുന്നില്ല. നമ്മൾ സോണിലോട്ട് അങ്ങോട്ട് കയറാന്നോർത്ത് വന്നാണ്. ബാക്കി എനിമീസൊക്കെ സോണിൽ കയറി സേഫായിട്ടുണ്ട്. സോണിപ്പോൾ ഷ്രിങ്ക് ആയി തുടങ്ങും. സോണിൻ്റെ അകത്താണ് നമ്മൾ. എന്നാലും ഇപ്പം പുറത്താവും എന്നുള്ള രീതിയിലാണ് നമ്മളകത്ത് ഇങ്ങനെ. അല്ല, നമ്മളിപ്പോൾ സോണിൻ്റെ പുറത്താണ്. ഓക്കെ, സോൺ ഷ്രിങ്കായി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും സോണിൽ കയറാം. ഇവിടെ വണ്ടിയൊന്നുമില്ല നമുക്ക് ഓടിച്ച് സോണിലോട്ട് കയറാൻ. ഏതായാലും നമ്മളങ്ങോട്ട് ഓടി കയറുവാണ്. സോണിൽ നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിമീസൊന്നും കാണുന്നില്ല. ഇപ്പം 3 ലൈവായെന്ന് തോന്നുന്നു. എൻ്റെ അലൈവൊക്കെ തെറ്റിയാൽ നിങ്ങളൊന്ന് പറയില്ല. കമൻറ്റ് ബോക്സിൽ നിന്നൊന്ന് പറയില്ല. എനിക്കിത് കാണാൻ പറ്റുന്നില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അത് ചെറുതായിട്ടിരിക്കുകയാണ്. അവിടെ ഒരു എനിമിയല്ലേ ഇത്? എനിമി അല്ലെന്ന് തോന്നുന്നു. വണ്ടി ഏതാണ്ടത്. ഇവിടെ ഒരു തോന്നിപ്പോണ്ടായിരുന്നു. ഏതോ പൊട്ടറായോണ്ട് രക്ഷപ്പെട്ട്. അവനെ കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇപ്പം 15 ഇല്ലാണ്ടാന്ന് തോന്നുന്നു.
പുറകിൽ നിന്ന് ഒരു അടിയും കൂടെ നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. വെസ്റ്റും ഹെൽമെറ്റൊക്കെ അവൻ അടിച്ച് പൊട്ടിച്ച് നമ്മൾ ഏതായാലും അത് ശരിയാക്കിയിട്ടുണ്ട്. ദേ നിൽക്കുന്നവന് അവൻ്റെ തല തന്നെ നമുക്ക് സ്കോപ്പ് ചെയ്ത് അങ്ങ് അടിക്കാം. ഓ അവരെന്നെയും കണ്ട് തല 134 ഹെഡൊക്കെ ഞാൻ കൊടുത്തു.